പ്രൈസ് ദ ലോർഡ്. സംഖ്യാപുസ്തകം 21 അധ്യായം 1 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ അധാര്യം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്തു വസിച്ചിരുന്ന കനാന്യനായ അരാദ് രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്കൊരു നേർച്ച നേർന്നു, ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിൻ്റെ അപേക്ഷ കേട്ടു കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരായി. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുമ്പോൾ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്നു നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിൻ്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ഈയെ അബാരീമിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് സാരേദ് താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർന്നോൻ തോട്ടിനക്കരെ പാളയമിറങ്ങി. അർന്നോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിർ ആകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർന്നോൻ താഴ്വരകളും ആരിൻ്റെ നിവാസത്തോളം നീണ്ടു. മോവാബിൻ്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറെ പൊങ്ങിവാ, അതിനു പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മദ്ദാനയ്ക്കും മദ്ദാനയിൽ നിന്ന് നഹലിയേലിനും നഹലിയേലിൽ നിന്ന് ബാമോത്തിനും ബാമോത്തിൽ നിന്ന് മോവാബിൻ്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗാമുകളിലേക്കും യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാം എന്നു പറയിച്ചു. എന്നാൽ സീഹോൻ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേൽ കടന്നു പോവാൻ സമ്മതിക്കാതെ തൻ്റെ ജനത്തെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിൻ്റെ നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് വെട്ടി. അർന്നോൻ മുതൽ യബോക്ക് വരെയും അമോന്യരുടെ അതിർ വരെയുമുള്ള അവൻ്റെ ദേശത്തെ കൈവശമാക്കി. അമോന്യരുടെ അതിരോ ഉറപ്പുള്ളത് ആയിരുന്നു. ഈ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ എല്ലാ പട്ടണങ്ങളിലും കുടിപ്പാർത്തു, ഹെശ്ബോനിലും അതിൻ്റെ സകല ഗ്രാമങ്ങളിലും തന്നെ. ഹെശ്ബോൻ അമോര്യരുടെ രാജാവായ സീഹോൻ്റെ നഗരമായിരുന്നു. അവൻ മുമ്പിലത്തെ മോവാബ് രാജാവിനോട് പടയെടുത്ത് അർന്നോൻ വരെയുള്ള അവൻ്റെ ദേശമൊക്കെയും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്നു.
അതുകൊണ്ട് കവിവരന്മാർ പറയുന്നത്, ഹെസ്ബോനിൽ വരുവിൻ, സീഹോന്റെ നഗരം പണിതുറപ്പിക്കട്ടെ. ഹെസ്ബോനിൽ നിന്നു തീയും സീഹോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു. മോവാബിൻ്റെ ആരിനെയും അർന്നോൻ തീരത്തെ ഗിരിനിവാസികളെയും ദഹിപ്പിച്ചു. മോവാബേ, നിനക്കു ഹാ കഷ്ടം! കെമോശിൻ്റെ ജനമേ, നീ മുടിഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ പുത്രന്മാരെ പലായനത്തിനും പുത്രിമാരെ അമോര്യ രാജാവായ സീഹോന് അടിമയായും കൊടുത്തു. ഞങ്ങൾ അവരെ അമ്പെയ്തു. ദീബോൻ വരെ ഹെശ്ബോൻ നശിച്ചു. മെദബ വരെയുള്ള നോഫയോളം അവരെ ശൂന്യമാക്കി. ഇങ്ങനെ ഇസ്രയേൽ അമോര്യരുടെ ദേശത്ത് കുടിപ്പാർത്തു. അനന്തരം മോശ യസേരിനെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിൻ്റെ ഗ്രാമങ്ങളെ പിടിച്ച് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞ് ബാശാൻ വഴിയായി പോയി. ബാശാൻ രാജാവായ ഓഗ് തൻ്റെ സകല ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വച്ച് പടയേറ്റു. അപ്പോൾ യഹോവ മോശയോട്, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവൻ്റെ സകല ജനത്തെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഹെശ്ബോനിൽ പാർത്ത അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോട് ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവർ അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു, അവൻ്റെ ദേശത്തെ കൈവശമാക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.